എന്റെ നാട്ടിൽ ഒരമ്മ വയസ്സ് 75 ഉണ്ട്. ഒരു സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലിലായി. മക്കളെല്ലാം ചികിത്സിക്കാനായിട്ടും ഒക്കെ കൂടെയുണ്ട്, പരിചരിക്കുന്നുണ്ട്. 2 ആഴ്ചത്തെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി. മക്കളെല്ലാം സന്തോഷിച്ചു. ഓ, ഹോസ്പിറ്റൽ ബില്ല് ഇതോടുകൂടി തീർന്നല്ലോ, ഇനി വീട്ടിൽ പോയ സുഖമായല്ലോ എന്ന്. പക്ഷെ വീട്ടിലെത്തി 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങി. അമ്മയ്ക്ക് തീരെ എണീക്കാനും ഒന്നും വയ്യ, കിടപ്പാണ്. ആരെങ്കിലും പിടിക്കണം, ബാത്റൂമിൽ പോണെങ്കിലും എല്ലാം സഹായം വേണം. മക്കൾക്കാണെങ്കിലോ ജോലിയുണ്ട്, ലീവ് എടുത്തിരിക്കാനും കഴിയില്ല. ഒടുവിൽ അവരൊരു ഹോം നഴ്സിനെ കണ്ടെത്തി. മാസം 25,000 രൂപ. അമ്മയ്ക്കുള്ള മരുന്ന്, മറ്റ് ചെലവുകൾ, ഡയപ്പർ, അങ്ങനെ പലതുമായിട്ട് 15,000 രൂപ വേറെയും. മൊത്തത്തിൽ 40,000 രൂപ മാസച്ചെലവ്. അമ്മയ്ക്ക് പെൻഷൻ കിട്ടുന്നത് ഒരു 20,000 രൂപയാണ്. മക്കൾക്ക് ബാക്കി 20,000 രൂപ മക്കൾ കരുതണം. മക്കളുടെ സാമ്പത്തിക താളം തെറ്റാൻ തുടങ്ങി. റിട്ടയർമെന്റ് പ്ലാനിങ്ങിൽ അല്ലെങ്കിൽ നാളത്തേക്ക് വേണ്ടി കരുതി വെക്കുമ്പോൾ നമ്മൾ ടൂറിനോ ഫുഡിനോ ഒക്കെയുള്ളത് ചിലപ്പോൾ കരുതുന്നുണ്ടാവും. പക്ഷെ ഇതുപോലെ വരുന്ന ഹോം കെയറിന് വേണ്ടിയിട്ട് നമ്മൾ ആരും ഒന്നും കരുതി വെക്കാറില്ല. ഈ ഒരു അവസ്ഥയെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം? ആ അമ്മയുടെ പരിചരണവുമായി ധാരാളം പണം ചെലവഴിക്കേണ്ടി വന്നപ്പോൾ മക്കൾ ഇൻഷുറൻസ് കമ്പനിയെ കോണ്ടാക്ട് ചെയ്തു. ഹോസ്പിറ്റൽ കടന്നപ്പോൾ ബില്ല് കിട്ടിയതാണ്. പക്ഷെ അവർ പറഞ്ഞു, സോറി, ഹോസ്പിറ്റൽ ബില്ല് ഞങ്ങൾ അടയ്ക്കും, പക്ഷെ വീട്ടിൽ ഇത്തരം ചികിത്സ നടത്തുന്നത് നിങ്ങളുടെ പോളിസിയിൽ കവറേജ് അല്ല. ഇതാണ് റിയാലിറ്റി. മിക്ക ഹെൽത്ത് ഇൻഷുറൻസും ഹോസ്പിറ്റൽ അഡ്മിഷന് ബില്ല് പേ ചെയ്യും. പക്ഷേ വീട്ടിൽ നടത്തുന്ന ഇത്തരം ഹോം കെയർ അല്ലെങ്കിൽ നഴ്സിംഗ് കെയറിനൊന്നും അവിടെ നിന്നും നമുക്കൊന്നും കിട്ടില്ല. വാർദ്ധക്യത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നതും ഈ ഒരു കെയറിംഗ് ആണ്. ഹോം നഴ്സിംഗ് എന്ന് പറയുന്നത് വളരെ ചിലവ് കൂടിയ കാര്യവുമാണ്. ഇന്നത്തെ കാലത്ത് ആയുർദൈർഘ്യം നോക്കിക്കഴിഞ്ഞാൽ 80-90 വയസ്സാണ്. അതിൽ അവസാനത്തെ ഒരു 5-10 വർഷം ചിലപ്പോൾ പരസഹായം വേണ്ടി വന്നേക്കാം. മക്കൾ നോക്കുമെന്ന പ്രതീക്ഷ പാടില്ല. അവർക്ക് അതിനുള്ള മനസ്സുണ്ടെങ്കിലും ചിലപ്പോൾ സമയം കാണില്ല. ഇതൊരു വലിയ ബാധ്യതയാകാതിരിക്കാൻ എന്ത് ചെയ്യണം? വാർദ്ധക്യത്തിൽ വരുന്ന ഇതുപോലെയുള്ള ഹോം നഴ്സിംഗ് പോലെയുള്ള ഹിഡൻ കോസ്റ്റുകൾ ഓവർകം ചെയ്യാൻ വേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ക്രിയേറ്റ് എ സ്പെസിഫിക് കെയർ ഫണ്ട്. ഇതാണ് ആദ്യമേ ചെയ്യേണ്ടത്. നമ്മളൊരു എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഒരു മെഡിക്കൽ ഫണ്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇൻഷുറൻസ് കവറേജ് എടുക്കുമ്പോൾ അതിന്റെ കൂടെ ഡൊമിസിലറി കവറേജ് ഉണ്ടോ, OPD കവറേജ് ഉണ്ടോ, ഇതും കൂടെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യുക. ഇപ്പോൾ ചില പുതിയ കമ്പനികൾ, പുതിയ പോളിസികൾ, അതെല്ലാം ഹോം കെയറും കൂടെ അല്ലെങ്കിൽ OPD ഒക്കെ കവർ കിട്ടുന്ന രീതിയിലുള്ളതാണ്. അപ്പൊ അതുകൂടെ നോക്കിയിട്ട് പോളിസി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തത്, വയസ്സാകുമ്പോൾ മാസം കയ്യിൽ പണം വരുന്ന രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് രൂപീകരിക്കുക. മാസം ഹോം കെയറിന് വേണ്ടിയിട്ട് ആ വയസ്സാം കാലത്ത് ഗോൾഡ് വിൽക്കേണ്ട അവസ്ഥ വരരുത്, അല്ലെങ്കിൽ പലിശയ്ക്ക് പണം എടുക്കേണ്ട അവസ്ഥ വരരുത്. വാർദ്ധക്യത്തിലെ അന്തസ്സിന് വില കൂടുതലാണ്. അത് വാങ്ങാനുള്ള പണം നമ്മൾ ഇന്നേ കരുതുക.